അപ്പോൾ നമ്മളിന്ന് സർഫസ് ഏരിയാസ് ആൻഡ് വോളിയം എന്ന് പറയുന്ന ചാപ്റ്ററിലെ 2 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞ ഒരു സാമ്പിൾ പേപ്പറിലുണ്ടായിരുന്ന 2 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എന്താ തന്നിരിക്കുന്നത് നോക്കാം. ഇഫ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ സോളിഡ് ഹെമിസ്ഫിയർ ഈസ് 462 സെൻറ്റിമീറ്റർ സ്ക്വയർ ആൻഡ് അതായത് TSA ഓഫ് ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണ് 462 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ അതിൻ്റെ വോളിയം എന്നാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഇപ്പോൾ TSA ഓഫ് എ ഹെമിസ്ഫിയറിൻ്റെ ഇക്വേഷൻ എന്താണ്? TSA ഓഫ് എ ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് 3πr² ആണ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. 3πr² ഈക്വൽ ടു 462 എന്ന് വരും. അതിൽ 3 രണ്ട് സൈഡിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ ദാറ്റ് വി ഗെറ്റ് πr² ഈക്വൽ ടു എന്ത് വരും? 154 എന്ന് വരും. ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുന്നു. ഇനി ഇതിൽ നിന്ന് ആറിൻ്റെ വാല്യൂവും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. സോ നമുക്ക് പൈക്ക് വാല്യൂ കൊടുക്കാം. പൈ എന്ന് പറയുന്നത് 22/7 ആണ്. 22/7 ഇൻറ്റു r² ഈക്വൽ ടു 154 എന്ന് വരും. നമുക്ക് 22 വെച്ചിട്ട് രണ്ട് സൈഡിൽ നിന്നും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ 1 വരും, ഇവിടെ 7 വരും. അതായത് r² ഈക്വൽ ടു 49. സോ ദാറ്റ് r ഈക്വൽ ടു 7 എന്നും വരും. അത് r എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമുക്കിതിൻ്റെ വോളിയമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതല്ലേ. വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്താ? വോളിയം ഓഫ് എ ഹെമിസ്ഫിയർ അത് 2/3πr³ ആണ്. അപ്പോൾ അതിനെ നമുക്കൊരു 2/3 ഇൻറ്റു πr² ഇൻറ്റു r എന്ന് എഴുതാം. കാരണം നമുക്കിവിടെ ഓൾറെഡി ആ πr² വാല്യൂ 154 ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതിയത്. സോ ദാറ്റ് ഇറ്റ് വിൽ ബിക്കം 2/3 ഇൻറ്റു πr² എന്ന് പറഞ്ഞതുപോലെ 154 ആണ്. റേഡിയസ് എന്ന് പറയുന്നത് 7 ആണ്. സോ ഇത് ചെയ്ത് കഴിയുമ്പോൾ 14 ഇൻറ്റു 154 ഡിവൈഡഡ് ബൈ 3 എന്നാണ് വരുന്നത്. സോ ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ 154 ഇൻറ്റു 14 അത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഇത് 6 ഓക്കെ 1 അപ്പം 20 21 2 അപ്പോൾ 616 എന്ന് വരും. ഇവിടെ 154 എന്നും വരും. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. 6 5 1 2 അപ്പോൾ 2156 എന്ന് വരും. 2156/3 അപ്പോൾ അത്രയും സെൻറ്റിമീറ്റർ ക്യൂബായിരിക്കും ഈ തന്നിരിക്കുന്ന ഹെമിസ്ഫിയറിൻ്റെ വോളിയമായിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഈ രീതിയിൽ ചെയ്യുന്നതായിരിക്കും എളുപ്പം. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞേക്കുന്ന പോലെ തന്നെ ആറിൻ്റെ വാല്യൂ അങ്ങ് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ഈ 2/3πr³ എന്ന് പറയുന്ന ഇക്വേഷനിലോട്ട് ഈ രണ്ട് വാല്യൂസും, അതായത് പൈയുടെ വാല്യൂയും ആറിൻ്റെ വാല്യൂയും അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ ഇത് തന്നെ കിട്ടും. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഏതാണ് എളുപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഹെമിസ്ഫെറിക്കൽ ടാങ്ക് ഓഫ് ഡയമീറ്റർ 3 മീറ്റർ ഈസ് ഫുൾ ഓഫ് വാട്ടർ. അതായത് ഇവിടെ ഒരു വാട്ടർ ടാങ്ക് ഇരിപ്പുണ്ട്. വാട്ടർ ടാങ്ക് എന്ന് പറയുന്ന ഒരു ഹെമിസ്ഫെറിക്കൽ ഷേപ്പിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഫുൾ ഓഫ് വാട്ടർ ഉണ്ട്. ഈ ടാങ്ക് ഫുള്ള് വാട്ടറാണ്. അപ്പോൾ ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 3 മീറ്റർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ ടാങ്കിൽ എന്താണുള്ളത്? ഒരു ചെറിയ ടാപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. താഴെയോ എവിടെയോ ഒരു ടാപ്പ് വെച്ചിട്ടുണ്ട്. താഴെ ഒരിക്കലും വയ്ക്കുള്ളൂ. ഓക്കെ, താഴെ ഒരു ടാപ്പ് വെച്ചിട്ടുണ്ട്. ഈ ടാപ്പിൽ കൂടി നമുക്ക് ഈ വെള്ളം പുറത്തേക്ക് കളയാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ടാപ്പാണ്. അപ്പം ആ ടാപ്പിൽ കൂടി ഈ ഫുള്ളായി നിന്ന ഈ വാട്ടർ ടാങ്ക് ഹാഫാക്കി. അപ്പം ഈ ഹാഫ് ആക്കാൻ വേണ്ടി എത്ര സമയം വേണ്ടി വന്നു എന്നാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ പൈപ്പിൽ കൂടി വെള്ളം പുറത്തേക്ക് ഒഴുകുന്ന റേറ്റ് പറഞ്ഞിട്ടുണ്ട്. അത് 3/4/7 ലിറ്റർ/സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യം ഇത് വോളിയം എന്തായിരിക്കും? ഇതിപ്പോൾ ഒരു ഹെമിസ്ഫെറിക്കൽ ടാങ്ക് ആണ്. സോ ദാറ്റ് ദ വോളിയം ഓഫ് ദ ടാങ്ക് വോളിയം ഓഫ് ദി ടാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? അതിൻ്റെ ഫോർമുല വരുന്നത് 2/3πr³ ആണ്. പക്ഷെ നമുക്ക് വോളിയം ഓഫ് ദി ടാങ്ക് ഫുള്ള് ഇവിടെ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം നമ്മൾ ഇതിനകത്ത് പൈപ്പിൽ കൂടി പകുതി വെള്ളമാണ് പുറത്ത് വിട്ടോളൂ. അപ്പം പുറത്ത് വിട്ട വെള്ളത്തിൻ്റെ വോളിയം മതി. അതായത് ടാങ്കിൻ്റെ ടോട്ടൽ കപ്പാസിറ്റിയുടെ ഹാഫല്ലേ നമ്മൾ പുറത്തേക്ക് ഒഴുക്കി വിട്ടേക്കും.
വിട്ടേക്കുന്നത്. സോ ദാറ്റ് ദ റിക്വയർഡ് വോളിയം എന്ന് പറയുമ്പം എന്താകും? അപ്പം റിക്വയർഡ് വോളിയം നമുക്ക് മൊത്തം വോളിയത്തിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഒഴുക്കി വിട്ട വെള്ളം അല്ലെങ്കിൽ ആ വെള്ളം അതിൻ്റെ ഹാഫ് ഒഴുക്കി വിടാൻ എടുത്ത സമയമാണ് വേണ്ടത്. സോ റിക്വയർഡ് വോളിയം എന്ന് പറയുന്നത് 1/2 ഇൻറ്റു ഇതിൻ്റെ പകുതി പോലെ 1/2 ഇൻറ്റു 2/3 πr³ ആയിരിക്കും വരുന്നത്. സോ ദാറ്റ് ഇവിടെ 2 ക്യാൻസൽ ആയി പോകും. സോ 1/3 πr³ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത്. ഇനി ഈ ടാങ്കിൻ്റെ ഡയമീറ്റർ 3 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് ഇറ്റ് റേഡിയസ് വിൽ ബിക്കം 3/2. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഈക്വൽ ടു 1/3 ഇൻറ്റു പൈയുടെ വാല്യൂ 22/7 ആട്ടോ. 22/7 ഇൻറ്റു റേഡിയസ് എന്ന് പറയുന്നത് 3/2. ഓക്കെ, 3/2 ഇൻറ്റു 3/2 ഇൻറ്റു 3/2 എന്ന് വരും. r³ ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ക്യാൻസൽ ചെയ്യണ്ടോ നോക്കുക. ഇവിടെ 2ഉം ഇതും കൂടെ ക്യാൻസൽ ചെയ്യാം, 11 വരും. വേറെ ഒന്നും ക്യാൻസൽ ചെയ്യാൻ ഇല്ലല്ലേ? ഓക്കെ, അപ്പം ഇതെല്ലാം കൂടി ഇനി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ 3 × 3 9, 9 × 3 27, 27 ഇൻറ്റു 11 ബൈ ഇവിടെ 7 × 3 21. സോറി, ഇത് പറഞ്ഞ് ക്യാൻസൽ ചെയ്യാറുന്നല്ലേ, ഇൻറ്റു 4 എന്ന് വരും. അപ്പോൾ ഇവിടെ ഒരെണ്ണം ക്യാൻസൽ ചെയ്യായിരുന്നു. സോ ഞാനത് വിട്ടുപോയി. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ ഇതിപ്പം ഇവിടെ 9 വരും. 3 കൊണ്ട് കഴിയുമ്പോൾ ഇവിടെ 7 വരും. ഓക്കെ, അപ്പോൾ ഇത് 99/28 എന്നാണ് വരുന്നത് അല്ലേ? 99/28 ഇതാണ് ഇതിൻ്റെ ഒരു റിക്വയർഡ് വോളിയം വരുന്നത്. അപ്പോൾ അത്രയും cm³ ആട്ടോ വരുന്നത്. സോറി, m³. അപ്പോൾ അത്രയും m³ ആണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഈ വെള്ളം പുറത്തോട്ട് ഒഴുകി പോകുന്നത് റേറ്റ് എന്ന് പറയുന്നത് ലിറ്ററിലാണ്. അപ്പോൾ ഇതിന് ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇത് m³ലാണ്. m³നെ ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ദാറ്റ് ഇറ്റ് വിൽ ബിക്കം 99 ഇൻറ്റു 1000/28 എന്ന് വരും. അത്രയും ലിറ്റർ ആണ് ഈ പറയുന്ന നമ്മൾ ഒഴുക്കി വിട്ട വെള്ളത്തിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ റേറ്റ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? അതായത് വെള്ളം ഒഴുക്കി വിട്ട റേറ്റ് അതെന്ന് പറയുന്നത് എങ്ങനെയാണ്? 3/4/7 ലിറ്റർ പെർ സെക്കൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലൊന്ന് സിംപ്ലിഫൈ ചെയ്തേക്കാം. 7 × 3 21. സോ ദാറ്റ് ഇറ്റ് വിൽ കം 25/7. അത്രയും ലിറ്റർ പെർ സെക്കൻഡാണ്. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കും? ടൈമാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇത് പുറത്തേക്ക് ഒഴുക്കി വിടാൻ എടുത്ത ടൈം എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കണമെങ്കിൽ ടൈം ഈസ് ഈക്വൽ ടു വോളിയം ബൈ റേറ്റ് ആണ് വരുന്നത്. ഇത് ഒഴുക്കി വിട്ട റേറ്റ്. ഇപ്പോൾ ഇവിടെ വോളിയം എന്ന് പറയുന്നത് 99 ഇൻറ്റു 1000/28 ആണ്. റേറ്റ് എന്ന് പറയുമ്പം അത് 25/7 ആണ്. അപ്പോൾ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ ഇത് 99 ഇൻറ്റു 1000/28 ഇൻറ്റു 7/25 എന്നാണ് വരുന്നത്. ഇവിടെ ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം. 4 എന്ന് വരും. ഇവിടെ 25 × 4 100 ആണ് വരുന്നത്. അപ്പോൾ ഇതങ്ങ് വെട്ടാൻ ഇവിടെ 10 എന്ന് വരും. സോ ദാറ്റ് ഇറ്റ് വിൽ ബിക്കം 990. അത്രയും സെക്കൻഡ് എടുക്കും. ഓക്കെ, 990 സെക്കൻഡ് എടുക്കും ഈ പറഞ്ഞ വെള്ളം പകുതിയാക്കാൻ വേണ്ടി. അതായത് ടാങ്കിൽ നിന്ന് പകുതി വെള്ളം ഒഴുക്കി വിടാൻ വേണ്ടി 990 സെക്കൻഡാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ചെയ്തു നോക്കുക. ഇത് സാമ്പിൾ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യനാണ് ആദ്യം പറഞ്ഞതുപോലെ. സോ എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനുമായിട്ട് കാണാം. ഓക്കെ, ബൈ.